അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 15 തിങ്കളാഴ്ച. സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഒക്ടോബർ 10 വരെയാണ് സമ്മേളനം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, പീരുമേട് MLA ആയിരുന്ന വാഴൂർ സോമൻ എന്നിവർക്ക് അനുശോചനം അർപ്പിച്ച സഭ ഇന്നത്തേക്ക് പിരിയും. സംസ്ഥാനത്തെ പോലീസ് മൂന്നാം മുറ, തൃശൂരിലെ CPM നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള ഫോൺ സംഭാഷണം, വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യയടക്കം നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ഈ സമ്മേളനകാലത്ത് സഭാ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും. അതേസമയം ലൈംഗികാരോപണത്തിൽ ഉൾപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് എത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ലൈംഗികാരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് നിയമസഭയിൽ ഇനി പ്രത്യേക ബ്ലോക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ മാധ്യമങ്ങളെ അറിയിച്ചു. സഭയിൽ വരുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുലാണെന്നും ഇതുവരെ അവധി അപേക്ഷ കിട്ടിയിട്ടില്ലെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. RSSന്റെ ക്രൈസ്തവ വിരുദ്ധത വീണ്ടും പ്രകടമാക്കുന്നതാണ് ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന തലക്കെട്ടിൽ RSS മുഖവാരിക കേസരിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മതപരിവർത്തനമെന്ന ഉണ്ടയില്ലാ വെടികൊണ്ട് ഒരിക്കൽ കൂടി നാട്ടിൽ വെറുപ്പ് പടർത്തി ക്രൈസ്തവരെ ഈ നാടിന്റെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ഗൂഢലക്ഷ്യമാണ് ലേഖനത്തിന് പിന്നിലുള്ളതെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. വിഷം പുരട്ടിയ വാക്കുകൾ കൊണ്ട് സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കാനാണ് സംഘപരിവാർ ശ്രമമെന്നും കേസരിയിലെ ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന ലേഖനം ക്രൈസ്തവ സമുദായത്തെ ഇന്ത്യയുടെ ശത്രുവാക്കി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. ക്രിസ്ത്യൻ സമുദായത്തെ കയ്യിലെടുക്കാൻ അരമനകൾ കയറിയിറങ്ങുന്ന BJP നേതൃത്വം ഈ ലേഖനത്തെ തള്ളിപ്പറയാൻ തയ്യാറാണോ എന്നും ചെന്നിത്തല ചോദിച്ചു. RSSന്റെ ക്രൈസ്തവ വിരുദ്ധത വീണ്ടും പ്രകടമാക്കുന്നതാണ് കേസരിയിലെ ലേഖനമെന്ന KC വേണുഗോപാലിന്റെ വിമർശനത്തിനെതിരെ BJP നേതാവ് V മുരളീധരൻ. ചായം എത്ര തേച്ചാലും നീലക്കുറുക്കന് കൂവാതിരിക്കാൻ കഴിയില്ലെന്നതുപോലെയാണ് സംഘപരിവാറിന്റെ ക്രൈസ്തവ സ്നേഹമെന്നായിരുന്നു വിമർശനം. KC വേണുഗോപാൽ കുറുക്കനെ അന്വേഷിക്കുന്നതിന് പകരം കോൺഗ്രസിലെ കോഴികളെ അന്വേഷിക്കണമെന്ന് V മുരളീധരൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ അപമാനിച്ച കൊച്ചു വേലായുധന്റെ വീട്ടിൽ നേരിട്ട് ചെന്ന് നിവേദനം വാങ്ങി നാട്ടിക MLA CC മുകുന്ദൻ. തൃശൂർ MP കൂടിയായ സുരേഷ് ഗോപിയുടെ നടപടിയിൽ വ്യാപക വിമർശനം ഉയരുമ്പോഴാണ് വയോധികന്റെ വീട്ടിലെത്തി MLA നിവേദനം വാങ്ങിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന കലുങ്ക് സൌഹാർദ്ദ വികസന സംവാദത്തിലാണ് കൊച്ചു വേലായുധന് ദുരനുഭവം ഉണ്ടായത്. പുള്ളു സ്വദേശി തായാട്ട് കൊച്ചു വേലായുധൻ എന്ന വയോധികനാണ് തെങ്ങുവീണ് തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം തേടി സുരേഷ് ഗോപിക്ക് അപേക്ഷ നൽകാൻ എത്തിയത്. അതേസമയം കൊച്ചു വേലായുധന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നേരത്തെ അറിയിച്ചിരുന്നു. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മരുമകൾ പത്മജയുമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ ചർച്ചയിലെ സംഭാഷണം പുറത്ത്. ഒളിച്ചുകളി ഇഷ്ടമല്ലെന്നും രാഷ്ട്രീയത്തിലെ തരികിട പണികളോട് യോജിക്കുന്നില്ലെന്നും പറഞ്ഞ വാക്കിനോട് വില വേണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂരിന്റെ സംഭാഷണം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ മരുമകൾ പത്മജ കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചെന്നാരോപിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. കൈഞ്ഞരമ്പ് മുറിച്ച ഇവർ സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് കോൺഗ്രസിനെ ഇനി വിശ്വസിക്കില്ലെന്ന് ആവർത്തിച്ചത്. പാർട്ടിക്കുള്ളിലെ പോരിലും പ്രാദേശിക നേതാക്കളുടെ ആത്മഹത്യകളിലും കടുത്ത പ്രതിരോധത്തിലായി വയനാട് കോൺഗ്രസ്. കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളെ തുടർന്ന് വയനാട്ടിൽ 10 വർഷത്തിനിടെ മരിച്ചത് 5 നേതാക്കളാണെന്നും DCC നേതാക്കൾക്കെതിരെ ആരോപണമുന്നയിച്ചാണ് പലരും ജീവനൊടുക്കിയതെന്നും
എന്നാൽ തുടർ മരണങ്ങളും നേതാക്കൾ തമ്മിലടിയും ഉണ്ടായിട്ടും സംസ്ഥാന നേതൃത്വം കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും ആരോപണങ്ങളുണ്ട്. വിവാദങ്ങളെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി MP ജില്ലാ നേതൃത്വത്തോട് വിവരം തേടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അയ്യപ്പ സംഗമം ധൂർത്താണെന്ന വി മുരളീധരന്റെ വിമർശനത്തിന് ചിലരുടെ തനിനിറം വ്യക്തമാകുന്നുവെന്ന മറുപടിയുമായി KK ശൈലജ. അയ്യപ്പ സംഗമത്തെ എല്ലാവരും അംഗീകരിക്കുകയാണ് വേണ്ടതെന്നും ശൈലജ കൂട്ടിച്ചേർത്തു. ശബരിമല അന്താരാഷ്ട്ര പ്രസക്തിയുള്ള തീർത്ഥാടന കേന്ദ്രമാകുകയാണെന്നും സർക്കാർ ഉദ്ദേശം യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ സൌകര്യങ്ങളും ഒരുക്കി ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നും KK ശൈലജ കൂട്ടിച്ചേർത്തു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജികൾ. കേസിൽ ഹൈക്കോടതിയിലെ ഹർജിക്കാരൻ VC അജികുമാറും ഡോക്ടർ PS മഹേന്ദ്രകുമാറും സുപ്രീം കോടതിയെ സമീപിച്ചു. സർക്കാരിന്റേത് രാഷ്ട്രീയ നീക്കമെന്നും പമ്പാ തീരത്ത് സംഗമം നടത്തുന്നത് വനനിയമങ്ങളുടെ ലംഘനമാണെന്നും അജികുമാർ നൽകിയ ഹർജിയിൽ വാദിക്കുന്നു. പ്രാഥമിക കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് ഹൈക്കോടതി തീരുമാനമെന്നും ഹർജിയിൽ പറയുന്നു. ക്ഷേത്രങ്ങളിലോ പരിസരത്തോ രാഷ്ട്രീയ സംഘടനകളുടെ ചിഹ്നമോ അടയാളമോ കൊടിതോരണങ്ങളോ വേണ്ടെന്ന് സർക്കാർ. ഏകവർണ്ണ പതാക, രാഷ്ട്രീയ സംഘടനകളിലെ വ്യക്തികളുടെയോ ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെയോ ചിത്രം, മതസാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്നതും വളർത്തുന്നതുമായ പ്രചാരണ സാധനങ്ങൾ തുടങ്ങിയവയും പാടില്ലെന്ന് ദേവസ്വം വകുപ്പ് കർശന നിർദ്ദേശം നൽകി. ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണത്തിലുള്ളതും സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൈപ്പറ്റുന്നതുമായ ക്ഷേത്രങ്ങൾക്കാണ് ഇത് ബാധകമാകുക. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. മൂവാറ്റുപുഴ നഗരത്തിലെ MC റോഡ് ഉദ്ഘാടനം വിവാദത്തിലായതിന് പിന്നാലെ പോലീസുകാരന് സസ്പെൻഷൻ. മൂവാറ്റുപുഴ MLAയുടെ നിർദ്ദേശപ്രകാരം റോഡ് ഉദ്ഘാടനം ചെയ്ത ട്രാഫിക് SIയെ സസ്പെൻഡ് ചെയ്തു. മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനാണ് നടപടി. ട്രാഫിക് SI KP സിദ്ദിഖിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കിണർ വെള്ളത്തിൽ നിന്ന് കോർണിയ അൾസർ പിടിപെടുന്നു എന്ന ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാദം തെറ്റെന്ന് ആരോഗ്യ വിദഗ്ധർ. ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഗവേഷണ പ്രബന്ധം 2018 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് പ്രസിദ്ധീകരിച്ചതെന്നാണ് കണ്ടെത്തൽ. പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച തീയതിയടക്കം പങ്കുവച്ചാണ് ആരോഗ്യമന്ത്രിയുടെ പിഴവ് ചൂണ്ടിക്കാട്ടി ആരോഗ്യ വിദഗ്ധർ രംഗത്തെത്തിയത്. 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പഠനരേഖ എന്നായിരുന്നു മന്ത്രിയുടെ വാദം. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച പഠന റിപ്പോർട്ട് സംബന്ധിച്ച വിവാദത്തിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പഠനം നടന്നത് 2013 തന്നെയെന്ന് ആവർത്തിക്കുകയാണ് ആരോഗ്യമന്ത്രി. പഠനം നടത്തിയ ഡോക്ടർമാർ അമീബ രോഗബാധയെക്കുറിച്ച് അന്നത്തെ സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാണ് വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അന്നത്തെ സർക്കാർ ഒരു നടപടിയും എടുത്തില്ലെന്നും മന്ത്രി ആവർത്തിക്കുന്നു. തിരുവനന്തപുരത്ത് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട 17-കാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. മറ്റു 3 കുട്ടികൾക്കും ഇതുവരെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഇവർ നിരീക്ഷണത്തിലാണ്. പൂളിലെ മുഴുവൻ വെള്ളം നീക്കം ചെയ്യാനും പുതുതായി വെള്ളം നിറയ്ക്കുമ്പോൾ നിശ്ചിത അളവിൽ ക്ലോറിൻ നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ട് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് അധികൃതർക്ക് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നിക്ഷേപ അവസരങ്ങൾക്ക് വഴിയൊരുക്കിയെന്നും വ്യവസായ രംഗത്ത് വൻ മുന്നേറ്റം സാധ്യമാക്കിയെന്നും വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്. അങ്കമാലിയിലെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ബിസിനസ് പാർക്കിൽ RCC ന്യൂട്രാഫിൽ പ്രൈവറ്റ് ലിമിറ്റഡ് യൂണിറ്റിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മലയാളം സർവകലാശാല വിവാദത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ UDF ഭരണകാലത്ത് ഭൂമിക്ക് വില നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ട് KT ജലീൽ. റബ്ബേ രേഖയിത, ഭൂമി വാങ്ങിയ രേഖയിത, പച്ചക്കള്ളം പറയരുതേ, സാക്ഷാൽ റബ്ബ് പൊറുക്കൂല എന്ന കുറിപ്പോടെയാണ് രേഖ ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പത്തനംതിട്ട കോയിപ്രം ആന്താലിമണ്ണിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കളെ അതിക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സൈക്കോ മനോനിലയിലുള്ള യുവദമ്പതികളാണ് യുവാക്കളെ അതിക്രൂര പീഡനത്തിനിരയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ കോയിപ്രം ആന്താലിമൺ സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായത്. കിളിമാനൂരിൽ വൃദ്ധനെ ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോയ സംഭവത്തിൽ
പാറശാല സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ റൂറൽ എസ്പിയുടെ ശുപാർശ. ദക്ഷിണമേഖല ഐജിക്കാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തുകൊണ്ട് റൂറൽ എസ്പി റിപ്പോർട്ട് നൽകിയത്. സംഭവത്തിൽ എസ്എച്ച്ഒ അനിൽകുമാർ നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. ഛത്തീസ്ഗഡിൽ വീണ്ടും ക്രൈസ്തവർക്കെതിരെ ആക്രമണമെന്ന് പരാതി. ദുർഗിലെ ഷിലോ പ്രെയർ ടവറിലെത്തി ബജ്റംഗ്ദൾ പ്രവർത്തകർ സുവിശേഷ പ്രാസംഗികരെ മർദ്ദിച്ചെന്നാണ് പരാതി. പോലീസ് എത്തിയാണ് ബജ്റംഗ്ദൾ പ്രവർത്തകരെ നീക്കിയത്. മതപരിവർത്തനം ആരോപിച്ച് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ വർഷം അവസാനത്തോടെ രാജ്യത്ത് ലാ നിന പ്രതിഭാസമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. ലാ നിന ഇന്ത്യയിലെ ശൈത്യകാലം കഠിനമുള്ളതാക്കും. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാ നിന ഉണ്ടാകാനുള്ള സാധ്യത 71% US നാഷണൽ വെതർ സർവീസിന്റെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു. ജമ്മു കാശ്മീരിൽ ഭീകരർ പുതിയ ഒളിത്താവളമായി ഭൂഗർഭ ബങ്കറുകളെ ആശ്രയിക്കുന്നുവെന്ന് റിപ്പോർട്ട്. മുൻപ് പ്രദേശത്തെ വീടുകളിലാണ് ഭീകരർ അഭയം പ്രാപിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് സുരക്ഷിതമല്ലെന്ന് കണ്ട് ഇടതൂർന്ന വനങ്ങളിലും ഉയർന്ന മലനിരകളിലും ബങ്കറുകൾ സ്ഥാപിച്ച് അതിനകത്താണ് ഭീകരർ ഒളിച്ചു കഴിയുന്നതെന്ന് സൈന്യം പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത ലഷ്കർ എ തൊയ്ബയുടെ മുരിദ്ഗയിലെ ആസ്ഥാനമായ മർക്കസ് തായ്ബ പുനർനിർമ്മിക്കുന്നുവെന്ന് റിപ്പോർട്ട്. പ്രളയ ദുരിതാശ്വാസത്തിനായുള്ള ധനസമാഹരണത്തിന്റെ മറവിലാണ് ലഷ്കർ ഇതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. കൺഗ്രാചുലേഷൻസ്, മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. തന്റെ റിമോട്ട് കൺട്രോൾ 140 കോടി ജനമെന്ന് നരേന്ദ്രമോദി. തനിക്ക് വേറെ റിമോട്ട് കൺട്രോൾ ഇല്ലെന്നും മോദി പറഞ്ഞു. തനിക്കെതിരെ ചീറ്റുന്ന ഏത് വിഷവും ശിവനെ പോലെ വിഴുങ്ങാൻ അറിയാമെന്നും എന്നാൽ ഭൂപൻ ഹസാരികയെ പോലുള്ള മഹാന്മാരെ കോൺഗ്രസ് അപമാനിക്കുന്നത് സഹിക്കില്ലെന്നും മോദി പറഞ്ഞു. ഹസാരികയ്ക്ക് ഭാരതരത്നം നൽകിയപ്പോൾ പാട്ടും നൃത്തവും നടത്തുന്നവർക്കാണ് ഭാരതരത്നം നൽകുന്നതെന്ന് പറഞ്ഞ് മല്ലികാർജ്ജുൻ ഖാർഗെ പരിഹസിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് ശേഷവും പരസ്പരം ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് വ്യക്തമാക്കി മണിപ്പൂരിലെ കുക്കി മെയ്തേയ് സംഘടനകൾ. പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണം എന്ന ആവശ്യം ശക്തമാക്കുകയാണ് കുക്കി സംഘടനകൾ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എന്നു മടങ്ങാനാകും എന്ന ഉറപ്പ് പ്രധാനമന്ത്രിക്ക് നൽകാനായില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ തോരണങ്ങൾ നശിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലേറ് നടന്നു. ചുരാചന്ദ്പൂരിലാണ് സംഘർഷമുണ്ടായത്. അസമിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ഗുവാഹത്തിയിലെ ധേക്കിയ ജുലയ്ക്ക് സമീപമാണ് പ്രഭവ കേന്ദ്രമെന്ന് അധികൃതർ പറയുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. അസമിലെ ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൂട്ടാനിലും വടക്കൻ ബംഗാളിലും പ്രകമ്പനം അനുഭവപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിച്ച് ഇന്ത്യക്കാരുടെ അടക്കം ആശങ്ക വർദ്ധിപ്പിക്കുന്ന 10,000 പങ്കെടുത്ത കുടിയേറ്റ വിരുദ്ധ റാലിയിൽ ലണ്ടൻ നഗരം മുങ്ങി. രാജ്യത്തെ തീവ്ര വലതുപക്ഷവാദിയായ ടോമി റോബിൻസണിന്റെ നേതൃത്വത്തിൽ ചെറുസംഘങ്ങളായി എത്തിയ 100,000-ൽ പരം ജനമാണ് ലണ്ടൻ നഗരത്തിൽ പ്രതിഷേധിച്ചത്. ഇവർക്കെതിരെ നഗരത്തിൽ പലയിടത്തായി അണിനിരന്നവരുമായി സംഘർഷമുണ്ടാകുന്നത് തടയാൻ ശ്രമിച്ച പോലീസുകാർ ക്രൂരമർദ്ദനത്തിന് ഇരയായി. അനിയന്ത്രിതമായ കുടിയേറ്റം ബ്രിട്ടനെ നശിപ്പിക്കുകയാണെന്ന് ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. ഒരു നിർണായക സാഹചര്യത്തിലാണുള്ളതെന്നും ഒന്നുകിൽ തിരിച്ചടിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് സ്ഥിതിയെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു. ലണ്ടനിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധത്തിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിയേറ്റ വിരുദ്ധ പ്രകടനത്തെ തള്ളിപ്പറഞ്ഞ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. അക്രമത്തിന്റെയും ഭയത്തിന്റെയും വിഭജനത്തിന്റെയും പ്രതീകമായി ഉപയോഗിക്കാൻ ബ്രിട്ടീഷ് പതാക വിട്ടുകൊടുക്കില്ലെന്ന് കെയർ സ്റ്റാർമർ പറഞ്ഞു. ബ്രിട്ടന്റെ പതാക വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ പശ്ചാത്തലമോ ചർമ്മത്തിന്റെ നിറമോ കാരണം ആരും ഭയപ്പെടുന്ന സാഹചര്യം അനുവദിക്കില്ലെന്നും സഹിഷ്ണുത, വൈവിധ്യം, ബഹുമാനം എന്നിവയിൽ അഭിമാനത്തോടെ കെട്ടിപ്പടുത്ത രാഷ്ട്രമാണ് ബ്രിട്ടനെന്നും പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നിന് നേർക്ക് യുക്രൈന്റെ ഡ്രോൺ ആക്രമണം. റഷ്യയുടെ വടക്കു പടിഞ്ഞാറ് ലെനിൻഗ്രാഡ് മേഖലയിലെ
കിറിഷി എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേർക്കാണ് ആക്രമണമുണ്ടായത്. ഇതോടെ ശുദ്ധീകരണശാലയിൽ തീപിടുത്തമുണ്ടായി. ആക്രമണം യുക്രൈൻ സൈന്യവും റഷ്യൻ അധികൃതരും സ്ഥിരീകരിച്ചു. 140 കോടി ജനങ്ങളുണ്ടെന്ന് വീമ്പ് പറയുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു ബുഷൽ അമേരിക്കൻ ചോളം പോലും വാങ്ങാത്തതെന്ന വിമർശനവുമായി അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. അവരെല്ലാം നമുക്ക് വിൽക്കുകയും നമ്മുടെ ചോളം വാങ്ങാതിരിക്കുകയും ചെയ്യുന്നത് ചൊടിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ച ലുട്നിക് അവർ എല്ലാത്തിനും മേലെ തീരുവ ചുമത്തുകയാണെന്നും പറഞ്ഞു. ഇന്ത്യ തീരുവ കുറച്ചേ മതിയാകൂവെന്നും അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് സ്വർണം. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ ജാസ്മിൻ ലംബോറിയയും 48 കിലോഗ്രാം വിഭാഗത്തിൽ മീനാക്ഷി ഹൂഡയും ആണ് സ്വർണം നേടിയത്. ഇന്ത്യയെ തകർത്ത് ചൈന വനിതാ ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി. ഫൈനലിൽ 1-4 ഗോളിനായിരുന്നു ഇന്ത്യയുടെ തോൽവി. ഇതോടെ വനിതാ ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടാനുള്ള ഇന്ത്യയുടെ അവസരം നഷ്ടമായി. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ സൂപ്പർ 4 ഉറപ്പാക്കി. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 127 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഇന്ത്യക്കായി കുൽദീപ് യാദവ് 3 വിക്കറ്റ് എടുത്തപ്പോൾ ജസ്പ്രീത് ബുംറയും അക്സർ പട്ടേലും 2 വിക്കറ്റ് വീതമെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 25 പന്തും 7 വിക്കറ്റും ബാക്കി നിർത്തിയാണ് വിജയലക്ഷ്യത്തിൽ എത്തിയത്. 13 പന്തിൽ 31 റൺസടിച്ച അഭിഷേക് ശർമ്മ തുടക്കം മികച്ചതാക്കിയപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 37 പന്തിൽ 47 റൺസുമായി പുറത്താകാതെ നിന്നു. ഏഷ്യാകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പാക് താരങ്ങളുമായി ഹസ്തദാനത്തിനോ സൌഹൃദം പങ്കിടാനോ മുതിരാതെ അകലം പാലിച്ച് ഇന്ത്യൻ താരങ്ങൾ. ടോസിന് ശേഷം പതിവുള്ള ഹസ്തദാനം ഒഴിവാക്കിയ ഇരു ക്യാപ്റ്റന്മാരും മത്സരം പൂർത്തിയാക്കിയ ശേഷവും പതിവ് ഹസ്തദാനത്തിന് മുതിർന്നില്ല. വിജയ റണ്ണെടുത്ത ശേഷം ശിവം ദുബെയ്ക്ക് കൈ കൊടുത്ത ശേഷം പാക് താരങ്ങൾക്ക് മുഖം കൊടുക്കാതെ സൂര്യയും ശിവം ദുബെയും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി. ഇരു ടീമിലെയും കളിക്കാർ പരസ്പരം പതിവായി ചെയ്യാറുള്ള ഹസ്തദാനവും ഉണ്ടായില്ല. ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങിവരുമെന്ന് പ്രതീക്ഷിച്ച് പാക് താരങ്ങൾ അല്പനേരം ഗ്രൌണ്ടിൽ നിന്ന് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിന് നേരെ നോക്കിയെങ്കിലും ഡ്രസ്സിംഗ് റൂമിന്റെ പുറത്തേക്കുള്ള ജനാലകൾ അടക്കുന്ന കാഴ്ച കണ്ട് അവർ തിരിച്ചു നടന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.